ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബാഡ് ബോയ്സ് ഫ്രാഞ്ചൈസിലെ 4ാമത്തെ സിനിമയായ ബാഡ് ബോയ്സ് 4 റൈഡ് ഓർ ഡൈ ആണ്. വിൽ സ്മിത്തിന്റെ ഓസ്കാർ അടിക്ക് ശേഷമുള്ള ആദ്യ മേജർ റിലീസാണ് ഈ സിനിമ. സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം കാരണം പുള്ളിയുടെ കരിയർ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിരുന്നു. ഞാൻ ഭയങ്കര വിൽ സ്മിത്ത് ഫാനാണ്. ഏറ്റവും വലിയ വിൽ സ്മിത്ത് ഫാനായ ഞാൻ പോലും പുള്ളിയുടെ സിനിമ കാണില്ല എന്ന് ഒരു പോയിന്റ് ഇങ്ങനെ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ഇത് ഹോളിവുഡാണ്, ഇതിലും ഭീകരന്മാർ ഇവിടെ കൂളായിട്ട് നടക്കുന്നുണ്ട്. സോ മാത്രമല്ല സിനിമയിൽ ഒരു 4-5 അടി പുള്ളി കറത്ത് കിട്ടുന്നുണ്ട്. എനിവേസ് റിവ്യൂയിലേക്ക് കടക്കാം. ബാഡ് ബോയ്സ് 3ന്റെ ഒരു ഡയറക്റ്റ് സീക്വലാണ് ഈ സിനിമ. അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പല ക്യാരക്ടേഴ്സും ഇവിടെ തിരിച്ചു വരുന്നുമുണ്ട്. സോ 4 വർഷം മുമ്പ് ഇറങ്ങിയ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒന്നും നമുക്ക് മനസ്സിലാകില്ല. വിൽ സ്മിത്തും മാർട്ടിൻ ലോറൻസും ഡിറ്റക്റ്റീവ് മൈക്ക് ലോറിയും മാർക്കസുമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 3ാമത്തെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പല ക്യാരക്ടേഴ്സും ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. ഡയറക്റ്റ് സീക്വൽ ആയതുകൊണ്ട് പ്ലോട്ട് പറയുന്നതിന് മുമ്പ് ഒരു മൈൽഡ് സ്പോയിലർ വാർണിംഗ് ഞാൻ തരികയാണ്. മയാമി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്ന ക്യാപ്റ്റൻ ഹോവാർഡിന്റെ മരണത്തിന് ശേഷം ന്യൂസ് പുറത്തു വരുന്നു അയാൾക്ക് ഡ്രഗ് കാർട്ടലുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ടെന്ന്. അതിനോടൊപ്പം തന്നെ മൈക്കിനും മാർക്കസിനും ഈ ഡ്രഗ് കാർട്ടലുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുകയും അവരെ വില്ലന്മാരും പോലീസും ഒരുപോലെ ഹണ്ട് ചെയ്യാനും ഇറങ്ങുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ ആരാണ്, ഇവർ രണ്ടുപേരും എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയാണ് പിന്നീടുള്ള കഥ. ബാഡ് ബോയ്സ് 3നേക്കാൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു കഥയും സ്ക്രിപ്റ്റുമാണ് ഇത്തവണ. കഥയിൽ ആവശ്യത്തിനുള്ള ത്രില്ലിംഗ് എലമെന്റ്സും പിന്നെ എ റേറ്റിംഗ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വയലൻസും ഉണ്ട്. ക്ലൈമാക്സിലെ ഏകദേശം 15-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ഷൻ സീൻ ഉണ്ട്. അതായിരുന്നു സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സീൻ. അവിടെ ചില ഡ്രോൺ സീക്വൻസുകളൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ബാഡ് ബോയ്സ് സിനിമകളിലെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സീൻ ഉള്ളത് ബാഡ് ബോയ്സ് 2 തന്നെയാണ്. അതിനകത്ത് ആ ഹൈവേയിലെ ചെയ്സ് സീനൊക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അത്ഭുതപ്പെട്ടു പോകും. ബാഡ് ബോയ്സ് 2 ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീനായിരുന്നു റെജി എന്ന ക്യാരക്ടറിന്റെ ഒരു ഇൻട്രാക്ഷൻ. ആ ക്യാരക്ടർ അതേ നടൻ തന്നെ 25 വർഷം കഴിഞ്ഞ് തേർഡ് പാർട്ടിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിലും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പുള്ളിക്ക് ഒരു വെടിക്കെട്ട് ആക്ഷൻ സീനുണ്ട്. കഥയുടെ ഒരു പോയിന്റില് പുള്ളി അങ്ങ് ജോൺ വിക്ക് മോഡിലേക്ക് അങ്ങ് കയറും. അത് കിഡിലെ ആക്ഷൻ സീനായിരുന്നു. 2 മെയിൻ ക്യാരക്ടേഴ്സിനും ഏജ് അനുസരിച്ചുള്ള ഹെൽത്ത് ഇഷ്യൂസും മറ്റ് പ്രോബ്ലംസും ഒക്കെ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് കുറച്ചുകൂടെ റിലേറ്റബിൾ ആക്കുന്നുണ്ട്. പതിവ് പോലെ വിൽ സ്മിത്തിന്റെയും മാർട്ടിൻ ലോറൻസിന്റെയും കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് ഈ ബാഡ് ബോയ് സിനിമകളുടെ ഏറ്റവും വലിയൊരു കാര്യം. സിനിമയുടെ കോർ ഐഡിയ ഫാമിലി ആണെങ്കിലും അത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ലെവലിലോട്ട് പോവാതെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഫിലിമിന്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് കോമഡി സീൻസ് ആണ്. ചില ജോക്സ് ഒന്നും അത്ര വർക്കായെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല ഒരുപാട് കോമഡിക്കുള്ള ഒരു സ്പേസ് കഥയിലില്ല. ആക്ഷൻ സീൻസിൽ കത്തിയൊന്നും ഇല്ലെങ്കിലും 1-2 അല്പം ലോജിക്കലായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആയിരുന്നു വേറൊരു നെഗറ്റീവ്. ഈ സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂർ ഈ 2 ക്യാരക്ടേഴ്സിന്റെ ഫാമിലിയും പിന്നെ അവരെ വെച്ചുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സിനിമയെ അല്പം സ്ലോ ആക്കുന്നുണ്ട്. 3ാമത്തെ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ ഇഷ്ടപ്പെടും. മാത്രമല്ല ഈ ബാഡ് ബോയ് സിനിമകളൊന്നും ഈ റിവ്യൂസിന് പേര് കേട്ടതല്ല. ഇവിടെ ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകളുടെ ആ ഒരു സ്റ്റൈലിലേക്ക് സിനിമ കടക്കുന്നുണ്ടെങ്കിലും അതുപോലെ കത്തി ലെവലിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. ജസ്റ്റ് ഒരു ഫൺ പോപ്കോൺ ആക്ഷൻ പടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വാച്ചബിൾ ആയിട്ടുള്ള ഒരു ബഡ്ഡി കോപ്പ് ആക്ഷൻ കോമഡി സിനിമ തന്നെയാണ് ബാഡ് ബോയ്സ് 4. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.